ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ ഞങ്ങൾ വേറൊരു സ്ഥലത്തിലേക്ക് പോവുകയാണ്. ട്രാവൽ വീഡിയോ തന്നെയാണ്. ഇന്ന് വേറൊരു സ്ഥലത്തിലേക്ക് പോവുകയാണ്. ഈ പ്രൊവിൻസ് അല്ല, വേറൊരു പ്രൊവിൻസ്, തൊട്ടടുത്ത പ്രൊവിൻസ്, ന്യൂ ബ്രൻസ്വിക്ക് എന്ന് പറയുന്ന ഒരു പ്ലേസ്. പെട്ടെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ പ്രൊവിൻസ് എല്ലാം കൊച്ചു കൊച്ചു സ്ഥലങ്ങളായിട്ട് ഫീൽ ചെയ്യുവേ. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന പ്രൊവിൻസിൻ്റെ പേരാണ് ന്യൂ ബ്രൻസ്വിക്ക്. അവിടെ എത്താൻ ഇനി ഒരു 2.5-3 മണിക്കൂർ എടുക്കും. എന്നാൽ പിന്നെ ആ നേരം കൊണ്ട് ഞാനൊന്ന് ഉറങ്ങി എണീറ്റം അല്ലേ, കാരണം ഈ രാവിലെ എണീറ്റതാണ്. ഉറക്കം വരുമോ എന്തോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടേ ഇരിക്കുക. സോ വെൽക്കം ടു ഇറ്റ്സ് മീ കീർത്തി മോഹൻ. അപ്പോൾ രാവിലെ ഞങ്ങൾ 6 മണിക്ക് എണീറ്റതാണ്. അപ്പോൾ ആദ്യം ഒന്നും കഴിക്കാനൊന്നുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കരുതി ഒന്ന് മഗ്ഡിയിലൊക്കെ കയറി ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവാന്ന്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലവും ഇതുമായിട്ട് 1.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇനി അത്രയും നേരം കൂടെ വിശന്നിരിക്കാനുള്ള ത്രാണി നമുക്കാർക്കും ഇല്ല. അങ്ങനെ ഞങ്ങളൊരു ബർഗറൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും തുടരുകയാണ്. ഇത് ഡ്രൈവിംഗ് നല്ല രസമുള്ള ഒരു കാര്യമാണ്, കാരണം അധികം വണ്ടികളൊന്നും കാണത്തില്ല ഹൈവേയിൽ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക്. ഡ്രൈവർ സ്പിൽബർഗ് എന്താ ആവേശത്തിന്റെ പുറത്താണ് ഇത് കാണിക്കുന്നത്? അപ്പം നമ്മൾ പോകാൻ വന്ന സ്ഥലം എത്തിയിരിക്കുന്നുണ്ട്. ഞാൻ കുറേ നേരം കൊണ്ട് പോകാൻ പോകുന്ന സ്ഥലം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പേര് മാത്രം ഞാൻ പറഞ്ഞില്ല. നമ്മളൊരു ഫോർട്ട് കാണാനാണ് വന്നത് ഇങ്ങോട്ടേക്ക്. ഫോർട്ടിൻ്റെ പേരാണ് ഫോർട്ട് കംബർലാൻഡ് അല്ലെങ്കിൽ ഫോർട്ട് ബോസിജർ. ഈ ബോസിജർ എന്ന് പറയുന്ന പേര് എനിക്ക് തോന്നുന്നു ഫ്രഞ്ച് ടേം ആയിരിക്കും. കാര്യം ഇത് ഈ ഫോർട്ട് പണിഞ്ഞത് ഫ്രഞ്ചുകാരാണ് ഇൻ 1751. അതിനുശേഷം ഇത് 1755 ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. എനിക്കും ഇതിനെപ്പറ്റി അധികം വിവരമൊന്നുമില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ അവർ എല്ലാത്തിനും ചെറിയ ചെറിയ ബോർഡ്സ് വെച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നതാണ് ഞാനും ഈ പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് എഴുതി വെച്ചിരിക്കുന്ന കറക്റ്റ് ഒരു ട്രാൻസ്ലേഷൻ ഞാൻ ചെയ്തു തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഓരോന്ന് കാണുമ്പോൾ അതിൻ്റേത് പ്രത്യേകത എന്താണെന്ന് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഞാൻ അപ്പം എൻട്രൻസിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഓരോ സ്ഥലത്തും ഓരോന്ന് കാണാനായിട്ടുണ്ട്. അതിൽ ഓരോന്നിലും ഓരോ സ്റ്റോറീസും ഉണ്ട്. എനിക്കൊന്ന് ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഇതാണ്. ഞാനങ്ങനെ മ്യൂസിയം ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, പക്ഷേ എനിക്ക് ഈ കഥകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. ഞാൻ കഥ എന്ന് പറയുന്നില്ല, കഥയിലേക്ക് അങ്ങോട്ട് കടന്നില്ല. അപ്പോൾ കഥ തുടങ്ങുന്നത് 70s ബ്രിട്ടീഷും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തതല്ല, ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്ത് നേടിയെടുത്ത സ്ഥലമാണിത്. പിന്നെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരെന്ന് പണിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്റ്റാർ ഷേപ്ഡ് രീതിയിലാണ് പണിഞ്ഞത്. ഇത് പണിയാൻ കാരണം എന്താ? ബ്രിട്ടീഷുകാർക്ക് ഓൾറെഡി ഒരു ഫോർട്ട് ലോറൻസ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് അവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് പണിഞ്ഞൊരു 4 വർഷത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇതൊരു 4 ആഴ്ചയോ 2 ആഴ്ചയോ, എനിക്കൊന്ന് 2 ആഴ്ചയാണെന്ന് തോന്നുന്നു, 2 ആഴ്ച യുദ്ധം ചെയ്ത് ഇത് നേടിയെടുത്തു. അതിനുശേഷമാണ് ഈ ഫോർട്ട് ബോസിജോ എന്ന് പറയുന്ന പ്ലേസിന് ഫോർട്ട് കംബർലാൻഡ് എന്നാക്കിയത്. നിങ്ങൾക്ക് പേര് കേട്ടപ്പോൾ മനസ്സിലായല്ലോ, ഫ്രഞ്ച് ടു ബ്രിട്ടീഷ്. ഈ കാണുന്നതെല്ലാം ആ സമയത്ത് യൂസ് ചെയ്തിരുന്ന ഓരോ ടൂൾസും ഓരോ കപ്പുകളും ഓരോ ഗിഫ്റ്റ് കൊടുത്ത സാധനങ്ങളും. ക്വീൻ വിക്ടോറിയയുടെ സണ്ണല്ലേ, എഡ്വേർഡിന് കൊടുത്തതാണ്. ഒരു കത്തിയും ഒരു വലിയ കൊടുവാളും. എനിക്ക് ഈ ഒരു ബിൽഡിങ്ങിനെ പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഗെയിംസ് ഓഫ് ത്രോൺസ് സിനിമയാണ് ഓർമ്മ വരുന്നത്. കാര്യം പണ്ടത്തെ കാലത്തൊരു ഹിസ്റ്ററി,
ഇത് പറയുന്നത് ഇവിടെ ഒരു കാസിൽ പോലായിരുന്നു, ഭയങ്കര ഈ തുരങ്കങ്ങളും പിന്നെ യുദ്ധത്തിൻ്റെ ഓരോ ഇതും അങ്ങനെയുള്ള ഇതൊക്കെ. ഭയങ്കര രസമാണ് ഈ കഥ കേൾക്കാന്നുള്ളതേ. ഞാൻ പറഞ്ഞു വരുമ്പോൾ അത്രയും രസിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അവർ അന്ന് ഉപയോഗിച്ച ടൈപ്പ് ഒരു മോഡലാണ്, ചെറിയൊരു മോഡൽ, ആ ഒരു തടി കൊണ്ടുണ്ടാക്കിയൊരു തോക്ക് ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് തന്നു. പിന്നെ ഒരു തൊപ്പിയും തന്നു. അപ്പം ഞങ്ങൾ ഈ പോകുന്നത് ഈ പാസേജസ് അവിടെ ഉണ്ട്. ഈ സ്റ്റാർ ഷേപ്പ്ഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർ ഷേപ്പ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഓരോ സൈഡിലും ഓരോ പാസേജസ് ഉണ്ട്. ആ ഓരോ പാസേജസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഉണ്ട്. പട്ടിയായിട്ട് നടക്കാണല്ലോ. ഫ്രം ഗോഡ് ഡ്യൂട്ടി എൻ്റെ അകത്ത് വേറുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ അവർ ഓരോ പാസേജസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അവർ അതേ കണക്ക് ഉപയോഗിച്ച ഒരു പാസേജാണിത്. ഇത് എന്തെങ്കിലും സീക്രട്ടായിട്ട് ഉപയോഗിച്ച ടണൽസോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ടൂൾസ് ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൺ പൗഡേഴ്സോ എന്തെങ്കിലും വെക്കാനായിരിക്കും. ഇങ്ങനെ ചെറിയ പാസേജാണ്. നമുക്ക് നേരെ തല ഉയർത്തി പിടിക്കാൻ പറ്റത്തില്ല, കാര്യം തല തട്ടും. സെൽഫ് നോക്കി. പക്ഷെ നല്ല നനവ് ഇതിനകത്ത് അടിയില്ല. നമ്മൾ ഇതേ കണക്കുള്ള ഇങ്ങനത്തെ ഒരു പ്ലേസൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മളേതായ ഒരു വൈബൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. കാര്യം ഞങ്ങൾ ആ ഒരു തട്ടൊക്കെ കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അടുത്ത് നമ്മൾ വേറൊരു ടണൽ പോലത്തെ ഒരു സ്ഥലമാണ്, പക്ഷേ ഇത് സ്റ്റോറേജ് റൂം എന്നാണ് പറയുന്നത്. ഇവിടെ അവർ അരി സാധനങ്ങളും ഗോതമ്പ് പിന്നെ മീറ്റും ഒക്കെ സൂക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നെല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? വീറ്റ് ഗോതമ്പ്. അപ്പൊ ഇതിനകത്ത് ഫയർ പിറ്റായിരുന്നല്ലോ പഴയ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് പണ്ടത്തെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കാണ് എനിക്ക് ഓർമ്മ വന്നത്. കാര്യം അതിനകത്ത് ഓരോ പേജിലും ഓരോ സ്റ്റോറീസും അവരന്ന് യൂസ് ചെയ്തിരുന്ന ആ തോക്കുകളും അല്ലെങ്കിൽ അന്ന് യൂസ് ചെയ്തിരുന്ന എന്തെങ്കിലും ക്ലോത്ത്സോ അല്ലെങ്കിൽ വേറെ ടൂൾസോ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറും അത് എങ്ങനത്തെ രീതിയിലാണ് അവർ ബിൽഡ് ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റാണെന്ന് തോന്നുന്നു. അതിനകത്ത് നമ്മൾ പിക്ചർ ഉൾപ്പെടെയാണ് നമ്മളെ പണ്ടത്തെ കാലത്തെ ബിൽഡിങ്ങിനെ പറ്റിയും അല്ലെങ്കിൽ അവർ സ്റ്റോർ ചെയ്ത സ്റ്റോറേജിനെ പറ്റിയും അല്ലെങ്കിൽ ടണൽസിനെ പറ്റിയും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് ഇത് കേട്ടിട്ട് ഇവിടൊക്കെ വന്ന് വെറുതെ ഇരിക്കാനൊരു രസമുണ്ട്. കാര്യം നല്ല തണുപ്പാണ്. സോറി, നിന്റെ ഫേസ് കിട്ടിയില്ലായിരുന്നു. ഞാൻ ഈ എടുത്ത വീഡിയോ എല്ലാം നോക്കിയിട്ട് അതിനകത്ത് വോയിസ് ഓവർ കൊടുക്കുന്നതല്ല. ഇതൊന്നും ഇല്ലെങ്കിൽ കാണാവുന്നില്ലെങ്കിൽ പിന്നെ വോയിസ് ഓവർ കൊടുത്തിട്ട് കാര്യം. ഈ കാണുന്നത് പണ്ട് അവർ യുദ്ധം ചെയ്തിരുന്ന സമയത്ത്
അവർ യൂസ് ചെയ്തിരുന്ന ഈ ഹോൾസ് ഉണ്ടല്ലോ, അവിടെ അതിൽ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ പഴയ കാലത്തെ ഇംഗ്ലീഷ് ഫിലിമാണ്, ഗെയിംസ് ഓഫ് ത്രോൺസിലുണ്ട്. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ ഹോൾസ് കാണുമല്ലോ, ഇവിടെ എല്ലാം അവർ തോക്കുകൊണ്ടിങ്ങനെ നിൽക്കും, എന്നിട്ട് അവർ നോക്കി നിൽക്കും ആരെ വെടിവെക്കണമെന്ന്. അതേപോലുണ്ട്. ഈ വഴിയിലൂടെയൊക്കെ നടന്നു പോകുമ്പോഴത്തേക്കേ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു യുദ്ധം നടന്നൊരു പ്ലേസ് ആണല്ലോ എന്ന് ചിന്തിക്കുക. ഈ ഹോൾസിനോടാണ് നമ്മൾ വെടിവെക്കുന്നത്. അവിടെ നിന്ന് തിരിച്ചാടി ഇങ്ങോട്ട്. തിരിച്ചാണ്. അവിടെ എന്തുവാടെ ഈ ബ്രൗൺ കളറില് വെള്ളമാണോ അതോ? പിന്നെ അല്ലാണ്ട് ഈ പറഞ്ഞ വെള്ളമാണോ എന്ന് ചോദിച്ചത്, അതെന്തോ ഒരു റിവറാണ്. ഇവിടെ ടോട്ടൽ ഒരു 4 യുദ്ധമാണ് നടന്നിട്ടുണ്ട്. അതിലൊരെണ്ണത്തിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ പണ്ടത്തെ എന്തെങ്കിലും യുദ്ധം അല്ലെങ്കിൽ എന്തെങ്കിലും ഹിസ്റ്ററി അറിയുന്നത് എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ വഴിയൊക്കെ ആണല്ലോ. പക്ഷേ നമ്മൾ ഇപ്പം ഇവിടെ വന്നപ്പം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിസ്റ്ററി നമ്മൾ ജീവിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ അതിൽ ഓരോ കാര്യത്തിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ ഇൻഫർമേഷൻസും എനിക്കൊന്നും ഇത്രയും ഞാൻ ഹിസ്റ്ററി വായിച്ചു പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ വന്നപ്പം ഈ ഫോർട്ടിൽ വന്ന ഉടനെ ഞാനൊരു ബോർഡ് കാണിച്ചിരുന്നു ഇതിനെപ്പറ്റി എഴുതിയിട്ടിരിക്കുന്ന. അതിനകത്ത് ട്രാവൽ ത്രൂ ടൈം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതിൻ്റെ യഥാർത്ഥ മീനിങ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാര്യം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി അറിയണമെങ്കിൽ ഒരു ജേണിയാണ്. നമ്മൾ ആ ടൈമിലൂടെ ട്രാവൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്കും ഒരു ഫീൽ ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഫീൽ കിട്ടിയോന്നൊന്ന് പറയണേ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12-12:30 ഒക്കെ ആയി. അപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പറ്റി മാത്രമുണ്ട് ഒരു 15-30 മിനിറ്റ്. അപ്പം ഞാൻ കരുതി അടുത്ത സ്ഥലത്തെ പറ്റി വേറൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് കരുതി. അപ്പം അടുത്ത എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാൻ? അപ്പം ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് കണ്ടാലും മതി, അത് തന്നെ സന്തോഷമാണ്. അപ്പം അടുത്ത വീഡിയോ അടുത്ത പ്ലേസ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.